Okay, very good morning to all. നമുക്ക് തുടങ്ങാം. PDF വിസിബിൾ ആണോ? PDF കാണാമോ? ഓക്കെ. യെസ്, നമ്മൾ ഓർഗനൈസിങ് എടുത്തു തുടങ്ങി. ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ഫസ്റ്റ് ഹയറാർക്കി പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിംഗ് സെക്കൻഡ് വൺ വരുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ ആണ്. സ്പാൻ ഓഫ് കൺട്രോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പ്ലാനിങ് പഠിച്ച സമയത്തും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലാനിങ് മാനേജ്മെന്റ് പറഞ്ഞ സമയത്ത് സ്പാൻ ഓഫ് കൺട്രോൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്പാൻ ഓഫ് മാനേജ്മെന്റ്, സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, സ്പാൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഓർ സ്പാൻ ഓഫ് അതോറിറ്റി. അപ്പൊ സ്പാൻ ഓഫ് കൺട്രോളിന് നിയന്ത്രണ പരിധിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് അല്ലെ? യെസ്, അപ്പൊ അതിനെ നമ്മൾ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നു, സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, സ്പാൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഓർ സ്പാൻ ഓഫ് അതോറിറ്റി. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഇതിനു മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? What is span of control? ഒരു ഓർഗനൈസേഷനിൽ ആരാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത്? നിയന്ത്രണങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് ആരാണ് ഒരു ഓർഗനൈസേഷനിൽ? Span of control is the number of subordinates who report directly to a manager or leader. The more employee assigned to a manager, the wider span of control. Span of control is the number of subordinates who report directly to a manager or leader. എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ്. നമ്പർ ഓഫ് സബോർഡിനേറ്റ് വിവിധ സബോർഡിനേറ്റ്സ് ആരെയാണ് ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്? ഡയറക്ട്ലി ടു ദ മാനേജർ അല്ലെങ്കിൽ ലീഡർ. അതായത് സബോർഡിനേറ്റ്സ് നേരിട്ടായിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആരെയാണ്? മാനേജർക്കോ ലീഡറിനെയോ ഡയറക്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഓക്കെ, അതായത് നമ്പർ ഓഫ് എംപ്ലോയീസിനെ മാനേജർ സൂപ്പർവൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. സ്പാൻ ഓഫ് കൺട്രോൾ refers to the employees among directly supervise the manager. ഡയറക്ട്ലി സൂപ്പർവൈസ് ചെയ്യപ്പെടുന്നതാണ് എന്ത്? സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്, ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒരു ഓർഗനൈസേഷൻ ടോട്ടലി മൊത്തത്തിൽ അത് കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഹെഡ് ആണ് അല്ലെ? അത് തന്നെ, അല്ലെങ്കിൽ മാനേജർ അല്ലെ? ഹെഡ് അല്ലെങ്കിൽ മാനേജർ, അല്ലെങ്കിൽ ആരായിരിക്കും? അതോറിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ? ഒരു ഹെഡ് മെയിൻ അതോറിറ്റി ആയിരിക്കും നമ്മൾ അതിനെ കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണ പരിധികൾ നിശ്ചയിക്കുന്നത്. അവർ നിശ്ചയിക്കുന്ന നിയന്ത്രണ പരിധികൾക്ക് അനുസരിച്ചിട്ടായിരിക്കുള്ളൂ ഓർഗനൈസേഷനിലെ മറ്റ് എംപ്ലോയീസുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഒരു മാനേജർ ആണ് എംപ്ലോയീസിനെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ more employees assigned to a manager and the wider the span of control. ഒരു മാനേജർ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കുമ്പോൾ കുറെ പേരെ നിയോഗിക്കുന്നുണ്ട്, അദ്ദേഹമാണ് നിയമിക്കുന്നത്. അവരുടെ കൺട്രോളും തീരുമാനിക്കുന്നതും ആര് തന്നെയാണ്? മാനേജർ തന്നെയാണ് കേട്ടോ. എംപ്ലോയീസിനെ നിയമിക്കുന്നതും അവരുടെ നിയന്ത്രണ പരിധി നിശ്ചയിക്കുന്നതും ആര് തന്നെയാണ്? ഒരു മാനേജർ അല്ലെങ്കിൽ അതോറിറ്റിയാണ്. അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. It is also known as span of management. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള സ്പാൻ ഓഫ് കൺട്രോളിലെ മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന്? സ്പാൻ ഓഫ് മാനേജ്മെന്റ്, സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, സ്പാൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഓർ സ്പാൻ ഓഫ് അതോറിറ്റി. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ടിക്ക് ചെയ്തിട അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട കേട്ടോ.
ഇവിടെ നമ്മൾ പറഞ്ഞു കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ എംപ്ലോയീസിനെ മാനേജർ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ ഏതൊക്കെ മെത്തേഡ്സിൽ കൂടിയായിരിക്കും കൺട്രോൾ ചെയ്യപ്പെടുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും? ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും അല്ലെ? ഡയറക്ഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷനെ നമ്മൾ തയ്യാറാക്കപ്പെടുന്നത്? അവിടെ ഒരു കൺട്രോൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? ഓർഗനൈസേഷന് കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് മാനേജർ നിരവധി നിർദ്ദേശങ്ങൾ, ഡയറക്ഷൻസ്, പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പോളിസീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എംപ്ലോയീസും മറ്റ് ആ വർക്കുകൾ അത് നടത്താൻ പോകുന്ന എന്താണോ ഒരു ഓർഗനൈസേഷൻ അതിന്റെ കൺട്രോൾ, ടോട്ടൽ കൺട്രോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡയറക്ഷൻസ്, മെത്തേഡ്സ്, ടെക്നിക്സ് ഒക്കെ ഒരു ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അവിടെ കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതിപ്പെട്ടിട്ടുണ്ട് അല്ലെ? രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ എംപ്ലോയീസുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്? refers to the number of, ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കി വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. refers to the number of, span of control refers to the number of employees, a manager, number of employees a manager directly supervise. Span of control എന്ന് പറയുന്നത് എന്താണ്? refers to the number of employees a manager directly supervise. ആ ഒരു വേർഡ് പഠിച്ചു വെച്ചിരുന്നത് അത് വളരെ എളുപ്പമാണ് അങ്ങനെ പഠിക്കാൻ. refers to the number of employees a manager directly supervise. Yes, okay, clear അല്ലേ? മനസ്സിലായോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് അടുത്ത പ്രിൻസിപ്പിൾ ആണ്. ഓർഗനൈസിംഗിന്റെ അടുത്ത പ്രിൻസിപ്പിൾ ആണ്. നോക്കാം എന്താണ്? ഇന്റഗ്രേഷൻ വേഴ്സസ് ഡിസിന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ വേഴ്സസ് ഡിസിന്റഗ്രേഷൻ. Integration brings things or people together. You won't be surprised if that disintegration means things are coming apart. നോക്കാം എന്താണ് ഇന്റർഗ്രേറ്റ് ചെയ്യാന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇന്റർഗ്രേഷൻ വേണ്ട, ഇന്റർഗ്രേറ്റ് ചെയ്യാന്ന് പഠിച്ചിട്ടുള്ളത് എന്താണ്? നമ്മൾ പല ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇന്റർഗ്രേഷനെ കുറിച്ചിട്ട്. ഇന്റർഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സംയോജിപ്പിക്കുക അല്ലെ? ഒരുമിച്ച് ചേർക്കുക എന്ന് പറയാം അല്ലെ? യെസ്, മിക്സ്ഡ് അപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഇന്റർഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ബ്രിങ് ടുഗദർ, അതിനെ ഒരുമിച്ച് ചേർക്കുക എന്നാണ് ഇന്റർഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ പല പാർട്സുകൾ ഉണ്ടായിരിക്കും അല്ലെ? പല രീതിയിലുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ? അപ്പൊ അതിനെല്ലാം നമ്മൾ എങ്ങനെയാണ് പല ഡിപ്പാർട്ട്മെന്റും പല രീതിയിൽ പ്രവർത്തിച്ചാൽ മതിയോ? പല രീതിയിലായിരിക്കില്ല. അപ്പൊ അവിടെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്? അവര് തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാവണം. അവർ തമ്മിൽ സംയോജിച്ച് പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്? എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഒരു ഓർഗനൈസേഷനെ ഇന്റർഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷനെ സംയോജിപ്പിക്കുക. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് സംയോജിച്ചു കൊണ്ടുപോയാൽ മാത്രമേ ഒരു ഹോസ്പിറ്റലിനെ വളരെ നല്ലൊരു സക്സസിലേക്ക് നയിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ മോശമായ രീതി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ മോശമായി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ ആയിരിക്കും അത് ബാധിക്കുന്നത്. ഓക്കെ, അങ്ങനെയല്ലേ നമ്മള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങളത്? റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ മോശമായ പേഷ്യൻസിന്റെ സാറ്റിസ്ഫൈഡ് അല്ലാതാകുന്നു, ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ തന്നെ ഇല്ലാണ്ടാവുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റർഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെ നമ്മൾ ഇന്റർഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പൊ ഇന്റർഗ്രേഷൻ എന്ന് പറയുന്നതാണ് ഇന്റർഗ്രേഷൻ ബ്രിങ്സ് തിങ്സ് ഓർ പീപ്പിൾ ടുഗദർ. അത് ഒരുമിച്ച് കൊണ്ടുപോകാനാണ്. തിങ്സ് അല്ലെങ്കിൽ ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? ഇന്റർഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആളുകളെ അല്ലെങ്കിൽ വസ്തുക്കളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന പ്രോസസ് ആണ് ഇന്റർഗ്രേഷൻ അഥവാ സംയോജനം. ഓക്കെ, മനസ്സിലായോ എന്താണ് ഇന്റർഗ്രേഷൻ എന്ന്? bringing together കേട്ടോ. ഇന്റർഗ്രേഷൻ മീൻസ് bringing together.
ഓക്കെ, ഓക്കെ ആണോ? ഇന്റഗ്രേഷൻ എന്താണെന്ന് മനസ്സിലായോ? ഉണ്ടാതിരിക്കരുത് കേട്ടോ, ഉണ്ടാതിരുന്ന എങ്ങനെ ശരിയാവണം? അപ്പൊ ഡിസഇന്റഗ്രേഷൻ എന്തായിരിക്കും പിള്ളേര്? ഡിസഇന്റഗ്രേഷൻ എന്താണ്? ശിഥിലീകരിക്കാന്നൊക്കെ അല്ലെ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത്. ശിഥിലീകരിക്കുക മീൻസ് എന്താണ്? ഡിസ്ട്രോയ് ചെയ്യുക എന്നൊക്കെ പറയാം. അതായത് എന്താണ്? ഫോളിംഗ് പാർട്ട് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഡൗൺ ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്യുക അല്ലെ, സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസഇന്റഗ്രേഷൻ എന്ന ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ അത് എങ്ങനെ പറയും? Disintegration means things coming apart. Disintegration is when one thing splits into part or just ceases to exist. When something is destroyed, broken up to pieces or falls apart on its own, that's disintegration. എന്താണ് disintegration എന്ന് മീൻ ചെയ്യുന്നത്? One thing splits into part or just ceases to exist. Split ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്പ്ലിറ്റ് ചെയ്യുക. ഓർഗനൈസേഷന്റെ ഒരു ഭാഗങ്ങൾ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിൽ നമ്മൾ അങ്ങനെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് പറ്റില്ല. എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വിഭജിച്ചിട്ടാണ് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്തിട്ടാണ് ഓരോ പ്രവർത്തനങ്ങൾ ഓരോരുത്തർ കൊടുക്കുന്നത്. അപ്പൊ വിഭജിക്കുന്ന സമയത്ത് ചില ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ എന്താണ് ഡിസ്ട്രോയ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കാം അതങ്ങനെ ബ്രേക്ക് ഡൗൺ ആവുന്നത്? എന്തുകൊണ്ടായിരിക്കാം? എന്തെങ്കിലും തരത്തിലുള്ള ഫോൾട്ട്സ് വന്നാൽ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ ഡിഫിക്കൽട്ടീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം പ്രവർത്തനങ്ങൾ ചിലപ്പോൾ തകരാറിലാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡിസഇന്റഗ്രേഷൻ സംഭവിച്ചു. അത് പറഞ്ഞ പ്രവർത്തനങ്ങൾ അനുസരിച്ചിട്ടല്ല ആ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, യെസ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ തെറ്റിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് എന്താണ്? ഇന്റർഗ്രേഷൻ പോലത്തെ പ്രോസസ് ആയിരിക്കും അവിടെ നടക്കുന്നത്. ഇന്റർഗ്രേറ്റഡ് ആയിട്ട് അവർ പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ അവിടെ. ഡിസഇന്റഗ്രേറ്റ് ആകാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ 5 ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെങ്കിൽ 4 ഡിപ്പാർട്ട്മെന്റ് വളരെ ഓക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നു, 5ാമത്തെ ഡിപ്പാർട്ട്മെന്റ് മാത്രം എന്തോ ഒരു വിഷയം വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഡിസഇന്റഗ്രേറ്റഡ് ആയെന്ന് പറയുന്നത്. ഇപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പൊ ഓഫീസ് വർക്ക്, ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് കാര്യങ്ങളോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെക്നിക്കൽ വൈസസോ, അല്ലെങ്കിൽ മറ്റു ഡോക്ടേഴ്സിന്റെ പ്രാക്ടീഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ മോശമായിട്ടുള്ള ബിഹേവിയറോ എന്ത് കാര്യങ്ങളോ ആവട്ടെ, അവിടെ എന്ത് സംഭവിക്കുന്നു? ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് അതൊരു മോശമാണ്, അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ അവിടെ തകരാണ്. എന്ത് പറ്റി എല്ലാവരും ലേറ്റ് ആയിട്ട് കയറിയത്? ബിസി ആയിരുന്നോ? നേരത്തെ കയറാൻ നോക്കണം കേട്ടോ. ഓക്കെ, ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, യെസ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട എന്താണ് ഡിസഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്? ഒരു വസ്തുവോ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളോ അല്ലെങ്കിൽ ആളുകളോ അത് വിഭജിക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഡിസ്ട്രോയിഡ് ആയി പോകുന്നതിനാണ് നമ്മൾ ശിഥിലീകരണം അഥവാ ഡിസഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിങ്ങനെ ചിലപ്പോൾ സ്പ്ലിറ്റ് ആയിട്ട് പോകാം. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ മോശമാവുന്ന സിറ്റുവേഷൻസിലാണ് അവിടെ സ്പ്ലിറ്റ് സംഭവിക്കുന്നത്. ഓക്കെ, അത് ബ്രേക്ക് ഡൗൺ ആവുന്നത്. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി അവിടെ നടക്കുന്നില്ല, അവിടെ ഡിസഇന്റഗ്രേഷൻ സംഭവിക്കപ്പെട്ടു. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? എങ്ങനെ പോയാൽ മാത്രമേ ഒരു ഹോസ്പിറ്റൽ സക്സസിലേക്ക് എത്തുള്ളൂ? എങ്ങനെ ഓർഗനൈസ് ചെയ്താൽ മാത്രമേ ഒരു ഹോസ്പിറ്റൽ സക്സസിലേക്ക് എത്തുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്റർഗ്രേഷൻ ഉള്ളപ്പോഴാണോ ഡിസഇന്റഗ്രേഷൻ ഉള്ളപ്പോഴാണോ? ഇന്റർഗ്രേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അല്ലെ. ഒരു ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സംയോജിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സക്സസിലേക്ക് പോവുകയുള്ളൂ. ഓക്കെ, ഓർഗനൈസിംഗിന്റെ സെക്കൻഡ് പ്രിൻസിപ്പിൾ തേർഡ് പ്രിൻസിപ്പിൾ ആണ് എന്ത്? ഇന്റർഗ്രേഷൻ വേഴ്സസ് ഡിസഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സെൻട്രലൈസേഷൻ വേഴ്സസ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ വേഴ്സസ് ഡീസെൻട്രലൈസേഷൻ.
Centralization is a form of organization structure where the decision-making capability rests within the top management. A couple of hand-picked members are entitled to create strategy, determine the goals and objectives based on which an organization will function. Okay, ഇവിടെ സെൻട്രലൈസേഷനും പറയുന്നുണ്ട്, ഡീസെൻട്രലൈസേഷനും പറയുന്നുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് സെൻട്രലൈസേഷൻ? കേന്ദ്രീകരണം അല്ലെ? സെൻട്രലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്രീകരിക്കുക. ഒരു ഹോസ്പിറ്റലിന്റെ സെന്റർ ഓഫ് പാർട്ട് എന്ന് പറയുന്ന ആരായിരിക്കും? ആര് കേന്ദ്രീകൃതമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിലെ ഏറ്റവും സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത് ആരായിരിക്കും? പേഷ്യൻസ് ആണ് അല്ലെ? പേഷ്യന്റ് സെന്റേർഡ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, മറന്നുപോയോ? പേഷ്യന്റ് സെൻട്രിക് ആയിരിക്കുള്ളൂ അല്ലെ? പേഷ്യൻസിന് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ എന്താണ് എത്രത്തോളം അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഹോസ്പിറ്റൽ സക്സസിലേക്ക് ആവുള്ളൂ അല്ലെ? ഓക്കെ, അവിടെ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞുള്ളത്. എന്താണ് സെൻട്രലൈസേഷൻ നമുക്ക് നോക്കാം. Centralization is a form of organizational structure where the decision-making capability rests with the top management. എന്താണ് കേന്ദ്രീകരണം എന്ന് പറയുന്നത്? അതൊരു സംഘടനാ ഘടനയാണ്. ഓർഗനൈസേഷന്റെ ഒരു സ്ട്രക്ചർ ആണ് എന്ത്? സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷന്റെ ഒരു സ്ട്രക്ചർ ആണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്കാണ്? ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് ആർക്കാണ് തന്നിരിക്കുന്നത്? ആർക്കാണ്? ടോപ്പ് ഓഫ് മാനേജ്മെന്റിനാണ് അല്ലെ? മാനേജ്മെന്റിനാണ് അവിടെ തീരുമാനമെടുക്കാനുള്ള ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് ഉള്ളത് അല്ലെ? അധികാരമുള്ളത് മാനേജ്മെന്റിനാണ്. സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ആണ് സെൻട്രലൈസേഷൻ അഥവാ കേന്ദ്രീകരണം എന്ന് പറയുന്നത്. അവിടെ തീരുമാനമെടുക്കാനുള്ള അധികാരം മാനേജ്മെന്റിനാണ്. അത് ഉന്നത തലത്തിലാണ് കേന്ദ്രീകരിക്കുന്നത് അല്ലെ? ടോപ്പ് മാനേജ്മെന്റിലാണ് അത് കേന്ദ്രീകരിക്കുന്നത്. Okay. Yes. A couple of hand-picked members are entitled to create strategy, determine the goals and objectives based on which an organization will function. ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ തീരുമാനമെടുക്കുന്നത് ആരാണെന്നാണ് പറഞ്ഞത്. ആരാണ് തീരുമാനമെടുക്കുന്നത്? ടോപ്പ് മാനേജ്മെന്റ് ആണ് അല്ലെ? മാനേജ്മെന്റുമാണ് ഇവിടെ തീരുമാനമെടുക്കുന്നത്. താഴ്ന്ന ജീവനക്കാരൻ തീരുമാനമെടുക്കാനുള്ള അധികാരിയുടെ കുറവാണ് അല്ലെ? ഇവിടെ എന്താണ്? താഴ്ന്ന ജീവനക്കാരുടെ തീരുമാനം എടുക്കുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ തീരുമാനങ്ങൾ ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് പറയുന്നത് മാനേജ്മെന്റിന് മാത്രമാണ്. ഓക്കെ, ഇനി മുകളിൽ നിന്ന് താഴോട്ടാണ് ഇവിടെ തീരുമാനമെടുക്കുന്നത്. Determine the goals and objectives based on which an organization will function. അതായത് താഴെ നിന്ന് മുകളിലേക്ക് തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് ഏത് സ്ട്രക്ചറിലായിരിക്കും നടക്കുന്നത്? താഴെ നിന്ന് മുകളിലോട്ട് എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും? ഫ്രം ടോപ്പ് ടു ബോട്ടം ആണോ? ബോട്ടം ടു ടോപ്പും ആണോ? ബോട്ടം ആണോ? താഴെ നിന്ന് മുകളിലേക്കാണോ? മുകളിൽ നിന്ന് താഴേക്കാണോ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്? സെൻട്രലൈസേഷൻ ഒരു കേന്ദ്രീകരണ സംവിധാനത്തില് ബോട്ടം ടു ടോപ്പ് അല്ലെ? ആ, ടോപ്പ് ടു ലോ എന്നാണോ? ബോട്ടം ടു ടോപ്പ് ആണോ? ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ് അല്ലെ? ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴേക്കാണ് സെൻട്രലൈസേഷനിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, എന്താണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്? കേന്ദ്രീകരണം എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചിരിക്കട്ടോ. ഒരു സംഘടനാ ഘടനയാണ്. സെൻട്രലൈസേഷൻ ഇസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിത്ത് ദ ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റീസ്. ആരാണ് എടുക്കുന്നത്? ഇവിടെ തീരുമാനം എടുക്കാനുള്ള അധികാരം മാനേജ്മെന്റിനാണ്. ഉന്നതാധികാരമുള്ളത് മാനേജ്മെന്റിനാണ്. ഇത് ഉന്നത തലത്തിൽ കേന്ദ്രീകരിക്കുന്ന ഒരു സംവിധാനമാണ്. പിന്നെ ഇവിടെ തീരുമാനമെടുക്കാൻ മാനേജ്മെന്റ് മാത്രമാണ് തീരുമാനമെടുക്കുന്നത്. മറ്റു ജീവനക്കാരുടെ തീരുമാനം അവിടെ അംഗീകരിക്കുന്നതല്ല. ഇനി ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? Determine the goals and objectives based on which organization will function. ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ, അതായത് ഒരു വ്യക്തമായ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കുള്ളൂ സെൻട്രലൈസേഷൻ തീരുമാനങ്ങൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത്.
അതായത് നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നതിൽ എന്ത് കാര്യം ചെയ്യുന്നതിൽ എന്താണ് നമുക്ക് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, വ്യക്തമായ ലക്ഷ്യങ്ങളും ഒബ്ജക്റ്റീവ്സും ഉണ്ടായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുള്ളൂ നമ്മൾ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതും. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്? സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? പറയൂ. സെൻട്രലൈസേഷൻ എന്താണ്? മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഒരു സംഘടനാ ഘടനയാണ്. ഓക്കെ, പിന്നെ ഹൈ അതോറിറ്റീസ് ടേക്കിംഗ് ഡിസിഷൻ മേക്കിംഗ് എവിടെയാണ്? ടോപ്പ് മാനേജ്മെന്റ് ആണ് ഡിസിഷൻ എടുക്കുന്നത്. പിന്നെ ഇതിന് പ്രത്യേകമായിട്ടുള്ള ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടോ? ഉണ്ടോ? ഗോൾസ് ബേസ്ഡ് ആണ് ഇവിടെ ഫങ്ഷൻസ് നടക്കുന്നത്. അതാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ കപ്പിൾ ഓഫ് ഹാൻഡ് പിക്ഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കപ്പിൾ ഓഫ് ഹാൻഡ് പിക്ഡ് മെമ്പേഴ്സ് ആർ എൻടൈൽഡ് ടു ക്രിയേറ്റ് സ്ട്രാറ്റജി. അതായത് ഹാൻഡ് പിക്ഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് അല്ലെ? തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് അവിടെ എന്ത് തീരുമാനിക്കപ്പെടുന്നത്? തന്ത്രങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, യെസ്, തിരഞ്ഞെടുക്കുന്ന കുറച്ച് അംഗങ്ങളായിരിക്കും അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനി അതിനുശേഷം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത്? ഡിറ്റർമിൻ ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ബേസ്ഡ് ഓൺ വിച്ച് ഓർഗനൈസേഷൻ വിൽ ഫങ്ഷൻസ്. ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേക ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള അവകാശം അവിടെ ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? മാനേജ്മെന്റ് തന്നെയാണ് അവിടെ തീരുമാനം എടുക്കുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരാളല്ല അവിടെ പറയുന്നത് അല്ലെ? ഒരാളാണ് അവിടെ പറയുന്നത് ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോ? മെമ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? ഹാൻഡ് കപ്പിൾ മെമ്പേഴ്സ് ആയിരിക്കും അവിടെ തീരുമാനമെടുക്കുന്നത്. ഓക്കെ, അതായത് ഓർഗനൈസേഷന്റെ ഒരു സ്ട്രക്ചർ, ഒരു ഘടനയാണ് എന്ത്? സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ടോപ്പ് മാനേജ്മെന്റ് ആണ് തീരുമാനമെടുക്കുന്നത്. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ നിന്ന് സ്ട്രാറ്റജീസുകൾ തീരുമാനിക്കുന്നത്. അതിനുവേണ്ട ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് തീരുമാനിച്ചെടുത്തിട്ടാണ് അവിടെ ഓർഗനൈസേഷന്റെ ഫങ്ഷൻസ് നടക്കുന്നത്. അതാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീസെൻട്രലൈസേഷൻ വികേന്ദ്രീകരണം അല്ലെ? വികേന്ദ്രീകരണം. Decentralization is another form of organization structure that functions by delegating decision-making capabilities to multiple teams across geographies. Decentralization is another form of organization structure. Organization structure ഒരു മറ്റൊരു ഫോം ആണ് എന്ത്? ഡീസെൻട്രലൈസേഷൻ അഥവാ വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇവിടെ അധികാരം എടുക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? ആർക്കാണുള്ളത്? Structure function by delegating decision-making capabilities to multiple teams across geographies. അതായത് ഇവിടെ തീരുമാനം എടുക്കാനുള്ള അധികാരം നിരവധി ടീമുകൾക്കോ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ് അല്ല. ഇവിടെ തീരുമാനം എടുക്കുന്നത് ടോപ്പ് മാനേജ്മെന്റ് അല്ല അല്ലെ? ആരാണ് എടുക്കുന്നത്? ആരാണ് എടുക്കുന്നത്? ഒരു ടീം ഉണ്ടാവാം, ഒരു യൂണിറ്റ് ഉണ്ടാവാം അല്ലെ? മൾട്ടിപ്പിൾ ടീംസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ടീംസ് മാത്രമല്ല യൂണിറ്റ്സ് ആയിട്ട് വരാം. ചെറിയ മെമ്പേഴ്സിന്റെ ഷോർട്ട് മെമ്പേഴ്സിന്റെ ഒരു യൂണിറ്റ് വരാം. അങ്ങനെ രീതിയിൽ പല രീതിയിൽ കുറച്ച് മെമ്പേഴ്സ് കൂടുന്ന തരത്തിലായിരിക്കും അവിടെ ഡീസെൻട്രലൈസേഷന്റെ ടീം അംഗങ്ങൾ വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് ഒരു സംഘടന എന്ന് പറയുന്നത്? ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മിനിറ്റ്. ഒരു സംഘടനാ ഘടനയാണ് എന്താ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ തീരുമാനം എടുക്കാനുള്ള അധികാരം വിവിധ ടീമുകൾക്കോ അല്ലെങ്കിൽ യൂണിറ്റുകൾക്കോ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും ഇതെന്താണ് വ്യത്യസ്ത ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങളിലായിട്ട് വിതരണം ചെയ്യപ്പെടുന്നു. അതായത്
മൾട്ടിപ്പിൾ ടീം പലതരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥലങ്ങളിലായിട്ടായിരിക്കും ഇത് നടക്കപ്പെടുന്നത്. ഹോസ്പിറ്റലിലെ പല പ്രദേശങ്ങളിലായിട്ട് പല പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടായിരിക്കും ഇത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് നടക്കുന്നത്. ഓക്കെ, യെസ്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷന്റെ ഒരു അനദർ സ്ട്രക്ചർ ആണ് ഇത് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് അവിടെ തീരുമാനമെടുക്കാൻ അധികാരം ടീമുകൾക്കോ യൂണിറ്റുകൾക്കോ ആയിരിക്കുള്ളൂ. ഓക്കെ, ഇത് വ്യത്യസ്ത ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങളിലായിട്ട് വിതരണം ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് സെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷനും ഒരു ഹോസ്പിറ്റലിലെ ഓർഗനൈസിംഗിൽ വരുന്നത്. അപ്പൊ ഓർഗനൈസിംഗിന്റെ നാലാമത്തെ പ്രിൻസിപ്പിൾ ആണ് എന്താ? സെൻട്രലൈസേഷൻ വേഴ്സസ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ആണ്. അതോടൊപ്പം തന്നെ എന്താ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് മറ്റൊരു സ്ട്രക്ചർ ആണ്. സെൻട്രലൈസേഷനിൽ തീരുമാനമെടുക്കുന്നത് ആരാണ്? ടോപ്പ് മാനേജ്മെന്റ് ആണ്. മാത്രമല്ല അവിടെ ഒരു തിരഞ്ഞെടുത്ത 2 അംഗങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത അംഗങ്ങളായിരിക്കും അവിടുത്തെ സ്ട്രാറ്റജീസുകൾ തീരുമാനിക്കുന്നതും അവിടുത്തെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവര് പ്രവർത്തിക്കാനുള്ള ഒരു അവകാശമുള്ളവരായിരിക്കുള്ളൂ ഹാൻഡ് പിക്ഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അവർ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും അവിടെ അവരുടെ ഓർഗനൈസേഷനിൽ അവർ പ്രവർത്തിപ്പിക്കുന്നത്. ഇനി ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അനദർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് അല്ലെ. അവിടെ തീരുമാനമെടുക്കുന്നത് ടോപ്പ് മാനേജ്മെന്റ് അല്ല, അവിടെ ടീമുകളോ അല്ലെങ്കിൽ ചെറിയ യൂണിറ്റ്സുകളോ ആയിരിക്കും അവിടെ തീരുമാനമെടുക്കുന്നത്. ഇത് ഒരു ഓർഗനൈസേഷനിൽ ഹോസ്പിറ്റലിൽ വിവിധ ഭാഗങ്ങളിലായിട്ട് വിവിധ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഈ ഡീസെൻട്രലൈസേഷൻ പ്ലാനിങ്ങുകൾ നടത്താവുന്നതാണ്. ഓക്കെ, മനസ്സിലായോ അത്? ക്ലിയർ ആയില്ലെങ്കിൽ ചോദിക്കാട്ടോ, ഒന്നുകൂടി പറഞ്ഞുതരാം. യെസ്, അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. യൂണിറ്റി ഓഫ് കമാൻഡ് it is a classical principle of management theory in which each employee only respond to one supervisor. യൂണിറ്റി ഓഫ് കമാൻഡ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഒരു കമാൻഡിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർദ്ദേശങ്ങളാണ് അല്ലെ, ഡയറക്ഷൻസ് ആണ് കമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ്സ് എ ക്ലാസിക്കൽ പ്രിൻസിപ്പിൾ ആണ്. ഇതൊരു ക്ലാസിക്കൽ പ്രിൻസിപ്പിൾ ആണ്. മാനേജ്മെന്റ് തിയറിയിലെ ഒരു ക്ലാസിക്കൽ പ്രിൻസിപ്പിൾ ആണ് എന്ത്? യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഇത്രേ ഉള്ളൂ, ഓരോ ജീവനക്കാരും ഒരു സൂപ്പർവൈസറോട് മാത്രമേ പ്രതികരിക്കാവൂ. അതായത് ഒരു സൂപ്പർവൈസറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ അവരവിടെ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് ആണ് എന്ത്? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചർ പറയുന്ന നിർദ്ദേശങ്ങളായിരിക്കും നിങ്ങൾ കേൾക്കുന്നത് അല്ലെ. ടീച്ചറിന്റെ ആ ക്ലാസ്സിലെ ടീച്ചറിന്റെ നിർദ്ദേശങ്ങൾ മാത്രമേ നിങ്ങൾ കേൾക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ഓർഗനൈസേഷനിൽ അവിടെ സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണോ അദ്ദേഹത്തിന്റെ കമാൻഡ് സ്വീകരിക്കുക, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് എന്ത്? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. അതൊരു മാനേജ്മെന്റ് തിയറിയിലെ ഒരു ക്ലാസിക്കൽ പ്രിൻസിപ്പിൾ ആണ് എന്താ? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഓരോ ജീവനക്കാരും ഒരു സൂപ്പർവൈസറോട് മാത്രമേ റെസ്പോണ്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ മാത്രമേ ഓരോ എംപ്ലോയീസും സ്വീകരിക്കാൻ പാടുള്ളൂ എന്നതാണ് എന്ത്? മാനേജ്മെന്റ് സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറിയിൽ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, മനസ്സിലായോ എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്? ഓക്കെ, ഒന്നുകൂടി പറയണം. ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് തിയറി. അതായത് മാനേജ്മെന്റ് സിദ്ധാന്തത്തിലെ ഒരു ക്ലാസിക്കൽ തത്വമാണ് യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓരോ ജീവനക്കാരനും ഒരു സൂപ്പർവൈസറോട് മാത്രമേ റെസ്പോണ്ട് ചെയ്യാവൂ അല്ലെങ്കിൽ പ്രതികരിക്കാവൂ എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. അതായത് ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും ഒരു ഓർഗനൈസേഷൻ, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ മാത്രമേ നമ്മൾ അനുസരിക്കുകയുള്ളൂ അല്ലെ. അദ്ദേഹം പറയുന്ന കമാൻഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ ജോലി ചെയ്യുന്നത്. അത് തന്നെയാണ് എന്താ? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി ഡെലിഗേഷൻ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡെലിഗേഷൻ. Delegation is an assignment of authority to another person to carry out specific activities. It is a process of distributing and entrusting work to another person. And therefore, one of the core concept of management leadership. എന്താണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്?
Delegation is an assignment of authority to another person to carry out specific activities. അതായത് നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ, ഒരു തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ട് മറ്റൊരാൾക്ക് അധികാരം നൽകുന്നതാണ് എന്ത് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. നമുക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ് അല്ലെ, ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കേണ്ട അതോറിറ്റിയാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ ഇത് ചെയ്യണമെന്ന് ഒരു അസൈനിങ് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റീസ് ആണ് ഡെലിഗേഷൻ. യെസ്, നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ട് മറ്റൊരാൾക്ക് അധികാരം നൽകുന്ന ഒരു പ്രോസസ് ആണ് ഡെലിഗേഷൻ അഥവാ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ it is a process of distributing and entrusting work to another person. പറഞ്ഞ എന്താണ്? മറ്റൊരാൾക്ക് ജോലി വിതരണം ചെയ്യുകയും ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത് അല്ലെ. നമ്മള് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട താൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യണമെന്ന് പറഞ്ഞു വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഏതൊക്കെ ആക്ടിവിറ്റീസ് അദ്ദേഹം ചെയ്യണമെന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. Okay, it is a process of distributing and entrusting work to another person. മറ്റൊരാൾക്ക് ജോലി വിതരണം എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഡെലിഗേഷൻ. ഓക്കെ, പിന്നെ and therefore one of the core concept of management leadership. പിന്നെന്താ പറയുന്നത്? one of the core concept of management leadership. അതിനാൽ മാനേജ്മെന്റിന്റെ നേതൃത്വത്തില് പ്രധാന ആശയങ്ങളിൽ ഒന്നാണ് എന്ത് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഒരു മാനേജ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മള് ഒരുപാട് വർക്കേഴ്സ് ഉണ്ടായിരിക്കും അതിൽ. അവർക്കൊക്കെ എന്ത് കൊടുക്കും? നമ്മള് ആക്ടിവിറ്റീസ് കൊടുക്കുക അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വിതരണം ചെയ്ത് കൊടുക്കണം അല്ലെ. ഓരോരുത്തരും ഏതൊക്കെ ചെയ്യണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മള് വർക്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, it's a process of distributing. ആ വേർഡ്സ് മനസ്സിലാവുമല്ലോ നമുക്ക്. it is a process of distributing and entrusting work to another person. ഞാൻ ഇവിടെ പറയുന്നത് മറ്റൊരാൾക്ക് എന്തൊക്കെ ജോലി അദ്ദേഹം ചെയ്യണമെന്ന്, എന്തൊക്കെ ജോലി വിതരണമാണ് അദ്ദേഹത്തിന് വേണ്ടത്, എന്തൊക്കെയാണ് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് എന്നൊരു പ്രക്രിയയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റില് മാനേജ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നാണ് എന്ത് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അതേപോലെ പ്രധാനപ്പെട്ടത് ഒന്നാണ് നമ്മൾ നേരത്തെ പഠിച്ച യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ ഡെലിഗേഷൻ എന്താണെന്ന്? പിള്ളേരെ ക്ലിയർ ആണോ? മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നതിന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ചോദിക്കുക കേട്ടോ. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലേ? അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസിങ്സ് ആണ് അല്ലെ. പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിങ്. ഓർഗനൈസിന്റെ പ്രിൻസിപ്പിൾ ഏതൊക്കെയാണ് പഠിച്ചത്? ഹൈറാർക്കി, സ്പാൻ ഓഫ് കൺട്രോൾ, ഇന്റഗ്രേഷൻ വേഴ്സസ് ഡിസഇന്റഗ്രേഷൻ, സെൻട്രലൈസേഷൻ വേഴ്സസ് ഡിസെൻട്രലൈസേഷൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, ഡെലിഗേഷൻ. ഓക്കെ, അത്രയാണ് ഇതിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. ഓർഗനൈസിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ എല്ലാ ഹെഡ് പോയിന്റ്സും പഠിച്ചു വെക്കുക കേട്ടോ. ഹെഡ് പോയിന്റ്സ് പഠിച്ചു വെക്കാം. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോഴേ തന്നെ പറഞ്ഞു പോകാം. പറഞ്ഞു തരാം കേട്ടോ. സ്പാൻ ഓഫ് കൺട്രോളിന്റെ ഈ അതർ നെയിംസ് ഒന്ന് നോട്ട് ചെയ്യാനോ കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇന്റർഗ്രേഷൻ വേഴ്സസ് ഡിസഇന്റഗ്രേഷനിൽ ഇന്റർഗ്രേഷൻ എന്താണെന്ന് പഠിക്കണം. ഇന്റർഗ്രേഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇന്റർഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിങ്സ് തിങ്സ് ഓർ പീപ്പിൾ ടുഗദർ. ബ്രിങ്ങിങ് ടുഗദർ, എല്ലാവരെയും സംയോജിപ്പിക്കുക. ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും നമ്മൾ സംയോജിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഇന്റർഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇനി ഒരു ഓർഗനൈസേഷനിൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ ഡിസ്ട്രോയ് ആയി പോകുന്നത്, സ്പ്ലിറ്റ് ആയി പോകുന്നതിനെയാണ് നമ്മൾ ഡിസഇന്റിഗ്രേഷൻ അല്ലെങ്കിൽ ശീതളീകരണം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇന്റർഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് ടുഗദർ ആൻഡ് ഡിസഇന്റിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? falling part of അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ സെപ്പറേറ്റിംഗ് ആണ് ഡിസഇന്റിഗ്രേഷൻ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലാക്കാം. ഇന്റർഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെല്ലാം സംയോജിച്ച് നടക്കുന്നു. ഡിസഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ച് നടക്കുന്നില്ല. അതായത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു? ഡിസ്ട്രോയ് ആയി പോയിപ്പെടുന്നു അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആയി പോകുന്നതാണ് എന്ത് ഡിസഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
മനസ്സിലായോ അത്? മനസ്സിലായോ? ഓക്കെ, യെസ്. ഇത് സെൻട്രലൈസേഷൻ എന്താണെന്ന് പഠിക്കണം കേട്ടോ. സ്പാൻ ഓഫ് കൺട്രോളിലെ മെയിൻ പോയിന്റ് കേട്ടില്ല. എടോ ഈ പേര് സ്പാൻ ഓഫ് കൺട്രോളിൽ നമ്മൾ മറ്റേതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? സ്പാൻ ഓഫ് മാനേജ്മെന്റ്, സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, സ്പാൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഓർ സ്പാൻ ഓഫ് അതോറിറ്റി. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ പറഞ്ഞിരുന്നു. ഇനി സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇറ്റ്സ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഓർഗനൈസേഷൻ മറ്റൊരു സ്ട്രക്ചർ ആണ് ഇത് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ തീരുമാനങ്ങൾ ഡിസിഷൻസ് മേക്കിംഗ് നടക്കുന്നത് മാനേജ്മെന്റ് ആണ്. അവിടെ അതോടൊപ്പം തന്നെ എന്താണ് തീരുമാനം എടുക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റംഗങ്ങൾ ഉണ്ടായിരിക്കും. അവരാണ് അവർക്ക് സ്ട്രാറ്റജീസുകളും ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നിർണ്ണയിക്കുന്നത്. ഇനി ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? അത് ഒരു സംഘടന, ഒരു ഓർഗനൈസേഷന്റെ മറ്റൊരു സ്ട്രക്ചർ ആണ് ഡീസെൻട്രലൈസേഷൻ. ഇനി ഇവിടെ തീരുമാനമെടുക്കുന്നത് ആരാണ്? വിവിധ ടീമുകളോ യൂണിറ്റുകളോ ആയിരിക്കും ഇവിടെ ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, യെസ്. പിന്നെ യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെന്റിന്റെ ക്ലാസിക്കൽ പ്രിൻസിപ്പിൾ ആണ് എന്ത്? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഓരോ ജീവനക്കാരും ഒരു സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ, സൂപ്പർവൈസറുടെ ഡയറക്ഷൻസ് അനുസരിച്ചിട്ടായിരിക്കും, കമാൻഡ് അനുസരിച്ചിട്ടായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ അവര് പ്രവർത്തിക്കുന്നത്. കമാൻഡ് ബേസിൽ പ്രവർത്തിക്കുന്നു. ഇതൊരു മാനേജ്മെന്റിന്റെ ഒരു ക്ലാസിക്കൽ തത്വമാണെന്ത്? യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ക്ലാസിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് തിയറി. ഓക്കെ, ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിഗേഷൻ നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ട് മറ്റൊരാൾക്ക് അധികാരം നൽകുന്ന ഒരു പ്രോസസ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ജോലി ഡിസ്ട്രിബ്യൂഷൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ആൻഡ് എൻട്രസ്റ്റിംഗ് വർക്ക് ടു അനദർ പേഴ്സൺ. മറ്റൊരാൾക്ക് ഏതൊക്കെ ജോലി വിതരണം ചെയ്യുകയും ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ഡെലിഗേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നാണ് എന്ത്? ഡെലിഗേഷൻ അഥവാ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾസ് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കണേ. ഓക്കെ, ഓക്കെ ആണ് എല്ലാവരും? അടുത്ത ഭാഗം എടുക്കട്ടെ. അപ്പൊ നമ്മള് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റില് പ്ലാനിങ് പഠിച്ചു, ഓർഗനൈസിംഗ് പഠിച്ചു. നെക്സ്റ്റ് വരുന്ന എന്താണ്? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിലെ മൂന്നാമത് വരുന്നത് സ്റ്റാഫിംഗ് ആണ് അല്ലെ? Staffing, according to notes and O'Donnell, managerial functions of staffing involves managing the organization structure through proper and effective selection, appraisal and development of personnel to fill the roles designed and the structure. So, ഇവിടെ നോട്ട്സ് പറയാണ് എന്താ സ്റ്റാഫിംഗ് എന്താണെന്ന് പറയുന്നത്. എന്താണ് സ്റ്റാഫിംഗ്? നിങ്ങൾ അവിടെ ഒന്ന് നോക്കാതെ ഒന്ന് പറഞ്ഞേ. സ്റ്റാഫിംഗ് എന്താണ്? സ്റ്റാഫിംഗ് എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് എന്ത്? സെലക്ഷൻ എന്ന് പറയാം അല്ലെ? സെലക്ഷൻ ആണ്. ആരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഗിവിംഗ് സ്പെസിഫിക് ജോബ് ഓർ ഡ്യൂട്ടീസ് ഫോർ ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്. അതായത് സെലക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? നമ്മൾ HRM-ലൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ളവരാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഉള്ളവരെ അല്ലെ? നമ്മൾ നടത്തുന്ന ടെസ്റ്റിൽ കൊടുക്കുന്ന പെർഫോമൻസ് നല്ല രീതിയിൽ കാഴ്ചവെക്കുന്നവരെയാണ് നമ്മൾ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് അല്ലെങ്കിൽ നല്ല കാപ്പബിലിറ്റീസ് ഉള്ളവരെ മാത്രമാണ് നമ്മൾ സ്റ്റാഫിംഗ് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, യെസ്. അപ്പൊ മാനേജറിയൽ ഫംഗ്ഷൻ ഓഫ് സ്റ്റാഫിംഗ് ഇൻവോൾവ്സ് മാനേജിംഗ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ത്രൂ പ്രോപ്പർ ആൻഡ് എഫക്റ്റീവ് സെലക്ഷൻ. ഒരു മാനേജ്മെന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ
അവിടെ എന്ത് വേണം? ടാലന്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് വേണം അല്ലെ, സ്കിൽഫുൾ ആയിട്ടുള്ള പേഴ്സൺസിനെ മാത്രമേ നമ്മളൊരു ഓർഗനൈസേഷനോ ഒരു കമ്പനിയോ സെലക്ട് ചെയ്യുള്ളൂ അല്ലെ. ഓക്കെ, അല്ലാത്ത പക്ഷം സെലക്ടഡ് ആവാത്ത ആൾക്കാർ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവർക്ക് അതിനുള്ള സ്കിൽസ് ഇല്ല, ആ ഒരു ജോലി ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരല്ല, അതുകൊണ്ട് തന്നെ അവരെ ഡിസ്ക്വാളിഫൈഡ് ആവുന്നു അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെയാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ വരുന്ന ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് മാത്രമേ നമ്മൾ അവരെ സെലക്ട് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾക്ക് അതിന്റെ ഉത്തരം അറിയില്ല, പെർഫോമൻസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്താണ്, നമ്മൾ അവിടെ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് പോകും. എല്ലാ എബിലിറ്റീസ് ഉള്ളവരെ അല്ലെങ്കിൽ എല്ലാ സ്കിൽഫുൾ ആയിട്ടവരെ, അതായത് പലതരം ടെസ്റ്റുകളൊക്കെ നടത്തും അല്ലെ, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇതൊക്കെ നടത്തിയതിനു ശേഷം, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നിവ നടത്തിയതിനു ശേഷമായിരിക്കും നമ്മൾ ആരെ സെലക്ട് ചെയ്യുന്നത്? ഒരു സ്റ്റാഫിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അല്ലെ. വളരെ ശ്രദ്ധിച്ചും വളരെ കൈകാര്യം ചെയ്യേണ്ട ഒരു, ഏറ്റവും കൂടുതൽ കെയർ കൊടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് സ്റ്റാഫിംഗ് അഥവാ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്രീഷ്യൽ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ ടു ഫിൽ ദ റോൾസ്, ഡിസൈൻ ആൻഡ് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഓരോ പേഴ്സണൽ അസൈൻ ചെയ്തിട്ടുള്ള റോൾസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റാഫുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നതിന്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നു? അതില് റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട് അല്ലെ. ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ റിക്രൂട്ട്മെന്റ് വരുന്നു, പിന്നെന്താണ് പ്ലേസ്മെന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ഇതൊക്കെ എന്താണ് സെലക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന ഇന്റർവ്യൂ അല്ലെ. ഇന്റർവ്യൂ ഉണ്ടാവും, പല ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, യെസ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അല്ലെ, ഇതെല്ലാം കഴിഞ്ഞതിന്റെ ബേസിക് സ്കോർ മൊത്തത്തിലുള്ള ഒരു ടോട്ടൽ സ്കോർ നോക്കിയിട്ടാണ് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഏറ്റവും നല്ല സ്റ്റാഫിംഗ് ഇൻവോൾവ്സ് മാനേജറിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ത്രൂ പ്രോപ്പർ ആൻഡ് എഫക്റ്റീവ് സെലക്ഷൻ. ഒരു നല്ല മാനേജറിയൽ ഫംഗ്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? നല്ല രീതിയിൽ സ്റ്റാഫുകൾ നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സെലക്ട് ചെയ്ത പേഴ്സൺസിന് എന്താണ് നല്ല രീതിയിൽ അവരുടെ റോൾസ് അല്ലെ, അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള റോൾസിൽ അവർക്ക് നല്ല വ്യക്തമായിട്ട് പെർഫോം ചെയ്യാൻ കഴിയണമെങ്കിൽ മാത്രമേ ആ സ്റ്റാഫിന് പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, എന്താണ് സ്റ്റാഫിംഗ് എന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? എംപ്ലോയീസിനെ ഡിപ്ലോയ് ചെയ്യുന്നതിന് അല്ലെ, ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? സെലക്ഷൻ അഥവാ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് അല്ലെ. സ്റ്റാഫിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഡിപ്ലോയിങ് ആൻഡ് റിട്ടൈനിങ് എംപ്ലോയീസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലേക്ക് പീപ്പിൾസിനെ സെലക്ട് ചെയ്യുന്ന ഡിപ്ലോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ആ ഡെഫിനിഷൻ അവിടെ ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, നമ്മളത് പഠിക്കണ്ട. 1, 2, 3 ഡെഫിനിഷൻസ് മറ്റു ഭാഗങ്ങളിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല, അത് മാത്രം മതി. ഇമ്പോർട്ടന്റ് ആവുന്ന പറയുന്ന സമയത്ത് മാത്രം അത് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി സ്റ്റാഫിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ആവുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഫസ്റ്റ് മാൻ പവർ പ്ലാനിങ് ആണ് അല്ലെ. ഫസ്റ്റ് വന്നത് മാൻ പവർ പ്ലാനിങ്. സ്റ്റാഫിംഗ് ഇൻവോൾവ്സിൽ വരുന്ന എന്തൊക്കെയാണ്? മാൻ പവർ പ്ലാനിങ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു പേരാണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അത്. It is also known as human resource planning. It involves putting the right number of people at the right place at the right time, doing the right things for which they are suited for the attachment of goals of the organization. So, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്? ശരിയായ ആളുകളെ നമ്മൾ ശരിയായ പ്ലേസിൽ ശരിയായ ടൈമിൽ ശരിയായ രീതിയിൽ ഒരുമിച്ച് ചേർക്കുന്ന, അവരുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ചേർക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? The right number of people at the right place at the right time, going to the right things for which they are suited for the attachment of goals of the organization. ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിൽ ശരിയായ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനും ശരിയായ സമയത്ത് അവരുടെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ് ആണെന്ന് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്ന്?
ക്ലിയർ ആണോ? യെസ്. ഇനി സ്റ്റാഫിംഗിൽ നെക്സ്റ്റ് വരുന്നത് എന്താണ്? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ്. റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ്. യെസ്, റിക്രൂട്ട്മെന്റ് എന്താണെന്ന് നോക്കാം. Recruitment is the process of activity seeking out, finding the hiring candidates for a specific position or job. The recruitment definition includes the entire hiring process, from inspection to the individuals, recruit, integration into the company. The process of, എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് ഇസ് എ പ്രോസസ് ഓഫ് ആക്റ്റീവ്ലി സീക്കിംഗ് ഔട്ട്. ഒരു പ്രത്യേക തസ്തികയിലേക്കോ ജോലിയിലേക്കോ ഉദ്യോഗാർത്ഥികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഫൈൻഡിങ് ആൻഡ് ഹിയറിംഗ് കാൻഡിഡേറ്റ്സ് ഫോർ സ്പെസിഫിക് ജോബ് പൊസിഷൻ. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേക തസ്തികയിലേക്കോ ജോലിയിലേക്കോ ഉദ്യോഗാർത്ഥികളെ നമ്മൾ സജീവമായിട്ട് അന്വേഷിക്കുകയും കണ്ടെത്തുകയും മാത്രമല്ല എന്താണ്, നിയമനം നടത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. അവരെ കണ്ടെത്തുക മാത്രമല്ല, അവരെ നിയമിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. Finding the hiring candidates for specific position or job. The recruitment definition includes entire hiring process, from inspection to the individual's recruit, integration into the company. നമ്മളൊരു കമ്പനിയിലേക്ക് പ്രത്യേകമായിട്ട് എന്താണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്, പ്രത്യേക പദവിയിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക തസ്തികകളിലേക്ക് അവരെ ഓരോ ഇൻഡിവിജ്വൽസിനെയും തിരഞ്ഞെടുക്കുന്ന, ഓരോ കമ്പനിയിലേക്ക് ഓരോ ഇൻഡിവിജ്വൽസിനെയും തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. Okay, so what is recruitment? Recruitment is the process of actively seeking out, finding and hearing candidates. എന്താണ്? ഒരു പ്രത്യേക തസ്തികയിലേക്കോ ജോലിയിലേക്കോ നമ്മള് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്ന, അന്വേഷിക്കുകയോ അത് കണ്ടെത്തുകയും നിയമിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ റിക്രൂട്ട്മെന്റ് എന്താണെന്ന്? ഇനി സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? The process of identifying and hiring the applicants for the filling the vacancies in an organization is called as selection. എന്താണ് സെലക്ഷൻ എന്ന് പറയുന്നത്? The process of identifying and hiring applicants for the filling the vacancies in an organization is called as selection. Selection എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥാപനത്തിലെ ഒഴിവുകൾ നികത്തുന്നതിനായിട്ട് അപേക്ഷകരെ തിരിച്ചറിഞ്ഞ് നിയമിക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. എന്താണ്? ഒരു സ്ഥാപനത്തിലെ ഒഴിവുകൾ നികത്തുന്നതിന്, വേക്കൻസീസുകള് നികത്തുന്നതിനായിട്ട് നമ്മൾ അപേക്ഷകരെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമിക്കുന്ന ഒരു പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു വേക്കൻസീസിന് സ്കിൽഡ് ആയിട്ടുള്ളവരെ മാത്രമാണ് നമ്മൾ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓക്കെ. ഇനി പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോ the process of assigning a specific job to each one of the selected candidate is called a placement. The process of assigning a specific job to each one of the selected candidate is called a placement. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോരുത്തർക്കും ഒരു പ്രത്യേക ജോലി നൽകുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക്, അല്ലെ, നമ്മളെ റിക്രൂട്ട്മെന്റിലൂടെ തിരഞ്ഞെടുത്തവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? തിരഞ്ഞെടുക്കപ്പെട്ട ഓരോരുത്തർക്കും ഒരു പ്രത്യേക ജോലി നൽകുന്ന ഒരു പ്രക്രിയയാണ്, സ്പെസിഫിക് ജോബ് കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ് എന്ത്? പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് റിക്രൂട്ട്മെന്റ്? Recruitment is a process of actively seeking out, finding and hearing candidates for specific job position. Or the recruitment definition includes the entire hiring process, from inspection to the individual recruits, integration into the company. Yes, actively seeking participants അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ്, അതായത് ഒരു പ്രത്യേക തസ്തികയിലേക്കോ ജോലിയിലേക്കോ ഉദ്യോഗാർത്ഥികളെ സജീവമായിട്ട് അന്വേഷിക്കുകയും കണ്ടെത്തുകയും നിയമിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇത് എന്താണ്? വ്യക്തിഗതമായിട്ടാണ് തീരുമാനിക്കുന്നത്, അല്ലെ, വ്യക്തിഗതമായിട്ടുള്ളതാണ്. അതായത് ഇൻഡിവിജ്വൽ റിക്രൂട്ട്മെന്റ്സ് ആണ്, അല്ലെ. ഫ്രം ഇൻസ്പെക്ഷൻ ടു ദി ഇൻഡിവിജ്വൽ റിക്രൂട്ട്സ്, ഇന്റർഗേഷൻ ഇൻ ടു ദ കമ്പനി. ഓരോ ഓർഗനൈസേഷൻ, ഓരോ കമ്പനിയിലേക്ക് എന്താണ് നമ്മള് ഉദ്യോഗാർത്ഥികളെ, പ്രത്യേക തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്?
സ്ഥാപനത്തിലെ ഒഴിവുകൾ നികത്തുന്നതിനായിട്ട് അപേക്ഷകരെ തിരിച്ചറിഞ്ഞ് നിയമിക്കുന്ന ഒരു പ്രോസസ് ആണെന്ത് സെലക്ഷൻ. ചൂസിങ് സൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ഫോർ വേക്കൻസീസ്. പിന്നെ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫില്ലിംഗ് ഗ്യാപ്സുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ഷൻ ചെയ്യുന്നത്. പ്ലേസ്മെന്റ് എന്താണ്? The process of assigning a specific job to each one of the selected candidate is called a placement. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോരുത്തർക്കും ഒരു പ്രത്യേക ജോലി, സ്പെസിഫിക് ആയിട്ടുള്ള ജോലി അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് അതിന്റെ പ്രോസസ് ആണെങ്കിൽ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എടുത്ത ഭാഗങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കും കേട്ടോ. ഓർഗനൈസിംഗ് പ്രിൻസിപ്പിളിലോ അല്ലെങ്കിൽ സ്റ്റാഫിങ്ങിലോ മാൻ പവർ പ്ലാനിങ്ങോ റിക്രൂട്ട്മെന്റോ സെലക്ഷനിലോ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിലെ സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. ഒന്ന് നോക്കിയിട്ടൊന്ന് പറയാമോ? സ്റ്റാഫിംഗ് ഒന്നുകൂടി പറയാമോ? ഓക്കെ, ഇവിടെ ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. മാനേജർ ഫംഗ്ഷൻ ഓഫ് സ്റ്റാഫിംഗ് ഇൻവോൾവ്സ് മാനേജിംഗ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഈ സെലക്ഷൻ എന്ന രീതിയിൽ ഇപ്പൊ തന്നെ നമ്മളിപ്പോ പറഞ്ഞതാണ്. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് കണക്ട് ചെയ്തൊന്ന് നോക്കിയാൽ നിങ്ങള് അതായത് ഒരു മാനേജറിയൽ ഫംഗ്ഷൻ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഓരോ റോൾസുകൾ രൂപകൽപ്പന ചെയ്യുന്നത്. അതായത് അവരുടെ റോളുകളും അവർ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്, അതായത് ശരിയായതും കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരാളുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഒരു സ്റ്റാഫിംഗ് പ്രോസസ്സ് നമ്മൾ നടത്തുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആള് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലിയിൽ കംഫർട്ടബിൾ ആണോ, ആൾക്കത് ചെയ്യാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അത് ശ്രമിച്ചിട്ട് മാത്രമാണ്, അതിനുള്ള ആക്ടിവിറ്റീസ് കൊടുത്തിട്ടാണ് അയാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. അല്ലാതെ നമുക്ക് എന്താണ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഒരാളെ സെലക്ട് ചെയ്യുന്നതിന് ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഘടനയുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ആ സംഘടന ഒരു ഓർഗനൈസേഷൻ ഒരു സ്റ്റാഫ് മോശമായിട്ട് പ്രവർത്തിച്ചാൽ എന്താണ്? ആ ഓർഗനൈസേഷൻ ഇല്ലാണ്ടായി പോകും അല്ലെ. ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്റ്റാഫുകൾ എങ്ങനെയുള്ളവരായിരിക്കണം? സ്കിൽഡ് ആയിട്ടുള്ളവരായിരിക്കണം അല്ലെ. കൊടുക്കുന്ന അസൈൻ ചെയ്യുന്ന ഡ്യൂട്ടീസുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്? ഓർഗനൈസേഷൻ ഒരു ഗോൾ ഉണ്ടാവും, അത് അച്ചീവ് ചെയ്യാൻ കഴിയുന്നവരെ മാത്രമേ നമ്മൾ എന്തിൽ തിരഞ്ഞെടുക്കുള്ളൂ? ഒരു ഓർഗനൈസേഷനിലേക്ക് തിരഞ്ഞെടുക്കുകയുള്ളൂ. ഓക്കെ, അതായത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? മാനേജ്മെന്റ് പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നത് രൂപകൽപ്പന ചെയ്ത റോളുകളും ഘടനകളും നിറവേറ്റുന്നതിനായിട്ട് നോക്കിയ ഓർഗനൈസേഷൻ പ്രോപ്പർ ആൻഡ് എഫക്റ്റീവ് സെലക്ഷൻ, അപ്രീസിയേഷൻ, ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ ടു ഫിൽ റോൾസ്, ഡിസൈൻ ആൻഡ് സ്ട്രക്ചർ. അതായത് അസൈൻ ചെയ്തിരിക്കുന്ന റോളുകളും ഘടനയും നിറവേറ്റുന്നതിനായിട്ട് ഉദ്യോഗസ്ഥരെ ശരിയായതും ഫലപ്രദമായതുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു പ്രക്രിയയാണെന്ത്? സ്റ്റാഫിംഗ് എന്നാണ് അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? എന്തെങ്കിലും സംശയം ഉണ്ടോ? റിക്രൂട്ട്മെന്റ് എന്താണെന്ന് മനസ്സിലായോ? സെലക്ഷൻ ഓക്കെ ആണോ? പ്ലേസ്മെന്റ് ഓക്കെ ആണോ? ഓക്കെ, എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം കേട്ടോ.
അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. Thank you, ma'am. ഓക്കെ, താങ്ക് യു.